ഓക്കെ, ഇത് 2023 സീജറിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യനകത്ത് പറയുന്നത് അനിലും തീർത്തും ഇവർ രണ്ടുപേരും എയിന്ന് ബിയിലോട്ട് എന്ത് ചെയ്യുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനിലാണെങ്കിൽ 8:20 സ്റ്റാർട്ട് ചെയ്തു, 64 km/h മൂവ് ചെയ്യുവാണ്. ബിയിലെത്തിയിട്ട് നേരെ തിരിച്ചു വരും. ഓക്കെ, ദെൻ എ ആണെങ്കിൽ എയിലോട്ട് തിരിച്ചു വരും സെയിം സ്പീഡിൽ. അടുത്തവൻ തീരത്താണെങ്കിൽ അവനാണെങ്കിൽ 9:50 എയിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൻ പോകുന്ന സ്പീഡ് 96 km/h ആണ്. അപ്പോൾ വരുന്ന വഴിക്ക് ബീനെ കണ്ടുമുട്ടുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന അറ്റ് വാട്ട് ടൈം ഡിഡ് അനിൽ ആൻഡ് തീരത്ത് ഫസ്റ്റ് മീറ്റ് ചെയ്യും? ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് എപ്പോൾ മീറ്റ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചുമ്മാ നോക്കുവാണ്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡാറ്റാസ് വെച്ച് എ ആണെങ്കിൽ അനിലിനെ ഞാൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ അവൻ 8:20 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ടി ആണെങ്കിൽ ആക്ച്വലി അവൻ 9:50 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇത് നോക്കുമ്പോൾ ഇവന് ആക്ച്വലി നമ്മുടെ എ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇപ്പുറത്തെ പോയിന്റിൽ എത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുവാണ്. അപ്പോൾ ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് എയ്ക്ക് ഇപ്പുറത്തെ പോയിന്റിൽ എത്താൻ വേണ്ട ടൈമാണ്. അപ്പോൾ ഇത് 192 കിലോമീറ്റർ ആണ്. അവൻ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 64 ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവന് 3 മണിക്കൂർ വേണം. 3 മണിക്കൂർ വേണം എന്നതിനർത്ഥം 11:20 ആകുമ്പോൾ ഇവൻ ഇപ്പുറത്തെ പോയിന്റിലെത്തും. 11:20 ആകുമ്പോൾ അവൻ ഇപ്പുറത്തെ പോയിന്റിലെത്തും. ഓക്കെ, 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ 11:20 കഴിഞ്ഞിട്ട് ഇവൻ ഇങ്ങോട്ടേക്കും വരും. അതേ ടൈമിൽ 11:20 ആകുമ്പോൾ ചിലപ്പോൾ ടി ഇവിടെയാണെന്ന് വിചാരിച്ചോ, ഇവൻ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിലേറ്റീവ് മോഷൻ വരും, കാരണം അവർ രണ്ടുപേരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും അവർ മീറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ ചുമ്മാ എടുക്കുവാണ്. നമ്മുടെ ബിക്ക്, അതായത് ടി ഈ ഫിനിഷിംഗ് പോയിന്റിൽ എത്താനായിട്ട് എത്ര ടൈം എടുക്കുമെന്ന് ഞാൻ എടുക്കുകയാണ്. ടി ഫിനിഷിംഗ് പോയിന്റിൽ എടുക്കാനായിട്ട് എത്ര ടൈം എടുക്കുമെന്ന് ഞാൻ എടുക്കുകയാണ്. ടി ഫിനിഷിംഗ് പോയിന്റിൽ എത്താനായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ആക്ച്വലി അവൻ്റെ സ്പീഡ് 96. ഓക്കെ, 96. 2 മണിക്കൂർ എടുക്കും. 2 മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ അവൻ 11:50 ആകുമ്പോഴായിരിക്കും ഇപ്പുറത്തെത്തുന്നത്. 11:50 ആകുമ്പോഴായിരിക്കും ഇപ്പുറത്തെത്തുന്നത്. ഓക്കെ, 11:50 ആകുമ്പോഴായിരിക്കും ഇപ്പുറത്തെത്തുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ഡിസ്റ്റൻസ്, ആക്ച്വലി ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇപ്പോൾ റിലേറ്റീവ് സ്പീഡിലാണ്. ആ ഡിസ്റ്റൻസിനെ നമുക്ക് റിലേറ്റീവ് സ്പീഡ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം കിട്ടും. ആ ടൈമിന് നമുക്ക് 11:20 കൂട്ടിക്കഴിഞ്ഞാൽ അവർ മീറ്റ് ചെയ്യുന്ന നമുക്ക് എന്ത് കിട്ടും? മീറ്റ് ചെയ്യുന്ന ടൈം കിട്ടും. ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് ഇപ്പോൾ ഇവർ രണ്ടുപേരും 11:20 ആയപ്പോൾ ടി ഇവിടെ നിൽക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇൻ ബിറ്റ്വീനുള്ള ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റീവ് സ്പീഡ് ഉപയോഗിച്ചിട്ട് ടൈം കണ്ടുപിടിക്കാം. ഇവർ മീറ്റ് ചെയ്യുന്ന ടൈം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഇവൻ 11:50 ഈ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നത്. അതായത് ടിക്ക് ഇനി ഒരു 30 മിനിറ്റ് കൂടി ട്രാവൽ ചെയ്യാനുണ്ട്. അതായത് അവൻ്റെ സ്പീഡ് 96, അരമണിക്കൂർ. അതായത് ഈ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഡിസ്റ്റൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 48 ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് വരുന്നത് 48 ആയിരിക്കും. ഈ 48 ഡിസ്റ്റൻസ് ആ രണ്ടുപേരും അപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് ഒരാൾ 96-ലും മറ്റേ ആൾ 64-ലും. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ നമുക്ക് റിലേറ്റീവ് സ്പീഡ് എടുക്കണം. അപ്പോൾ 96-ഉം 64-ലും കൂടി കൂട്ടി കഴിയുമ്പോൾ നമുക്ക് വരാൻ പോകുന്നത് 160. ഓക്കെ, 160. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ മിനിറ്റിലോട്ട് മാറ്റാം. ഇത്ര അവർ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ മിനിറ്റിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് × 60 എന്നായിരിക്കും. ഓക്കെ, ഇതും ക്യാൻസൽ ചെയ്തു പോയി, ഇതും ക്യാൻസൽ ചെയ്തു പോയി. 18 വരും. 18 മിനിറ്റ്. അതായത് 11:20 കഴിഞ്ഞ് 18 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും അവർ മീറ്റ് ചെയ്യുന്നത്.
11:20 കഴിഞ്ഞ് 18 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും അവർ മീറ്റ് ചെയ്യുന്നത്. അതിനർത്ഥം 11:38 AM-ലായിരിക്കും അവർ മീറ്റ് ചെയ്യുന്നത്. 11:38 AM-ലായിരിക്കും മീറ്റ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ഇവൻ 8:30 സ്റ്റാർട്ട് ചെയ്തു, ഇവന് 3 മണിക്കൂർ വേണം, അപ്പോൾ 11:20 വേണം. ഇവൻ 9:50 സ്റ്റാർട്ട് ചെയ്തു, ഇവൻ ഇവിടെ എത്തണമെങ്കിൽ, സപ്പോസ് ആയിരുന്നെങ്കിൽ ഈ ഫിനിഷിംഗ് പോയിന്റ് എത്തണമെങ്കിൽ 2 മണിക്കൂർ വേണം, അതായത് 11:50 ആകുമ്പോൾ ഇവൻ എത്തുള്ളൂ. അപ്പോൾ ഈ 11:30 കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും ഇവർ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 11:30 ആകുമ്പോൾ ഇവൻ ഇവിടെ എത്തുള്ളൂ എന്ന് വിചാരിക്കാം. ഇവനിപ്പോൾ ഇവിടെ എത്തിയിട്ട് തിരിച്ചു പോവുകയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ റിലേറ്റീവ് സ്പീഡ് വെച്ചിട്ട് നമുക്ക് ടൈം കണ്ടുപിടിക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് ഞാൻ കണ്ടുപിടിക്കാനായിട്ട് ആക്ച്വലി നമ്മുടെ ടിക്ക് 11:50 ഡെസ്റ്റിനേഷൻ എത്തേണ്ടത്. ഇപ്പോൾ 11:30 ആയി, 11:20 ഇനി ഒരു 30 മിനിറ്റ് കൂടി അവൻ ഓടിക്കഴിഞ്ഞാൽ എത്തും. അപ്പോൾ അവൻ്റെ സ്പീഡ് 96ആണ്, 30 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂറാണ്. അപ്പോൾ അവൻ 48 ഡിസ്റ്റൻസ് അവിടെ ഉണ്ടാവും. ഈ 48 ഡിസ്റ്റൻസ് ഇവർ രണ്ടുപേരും ഒന്നിച്ചായതുകൊണ്ട് തന്നെ റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ എത്ര വരും? 48/160. അതിനെ ഞാൻ മിനിറ്റിലോട്ട് മാറ്റി കഴിയുമ്പോൾ ആക്ച്വലി എത്ര വരും? 18 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ 18 മിനിറ്റ്, ഈ 11:20 കഴിഞ്ഞ് 18 മിനിറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അവർ മീറ്റ് ചെയ്യുന്നത്. സോ 11:38 ആയിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.